ഹലോ, എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. തിരക്കായിരുന്നു, യൂണിഫോമിൻ്റെ ഒക്കെ തിരക്കുള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പോസ്റ്റ് പറഞ്ഞതുപോലെ നമ്മൾ കഴുത്തകലം ചുരിദാർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കഴുത്തകലം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്കതിനായിട്ട് തുണിയായിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമർ കൊണ്ടു തന്നിട്ടുണ്ട്. ഇതിൻ്റെ പാൻറ്റ് ചുരുക്കപ്പാൻറ്റായിരുന്നു, അത് തയ്ച്ചു കഴിഞ്ഞു. ചുരിദാറിന് നമുക്ക് അളവാണ് തന്നിട്ടുള്ളത്, അളവ് ചുരിദാറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അളവെടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ കഴുത്തിൻ്റെ അകലം കണ്ടുപിടിക്കുന്നത്, അതുപോലെ നമ്മൾ എങ്ങനെയാണ് ചുരിദാറിൽ നിന്ന് അളവെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതെന്നും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ചുരിദാറിൻ്റെ അളവെടുക്കാം. അപ്പോൾ ചുരിദാർ നമുക്ക് അളവായിട്ട് തന്നാൽ നമ്മൾ അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് വിധത്തിലെടുക്കാം. ഇച്ചിരി നമുക്ക് തയ്ച്ച് പരിചയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ടിട്ട് നമുക്ക് അളവെടുക്കാം. പിന്നെ ഇത് ആദ്യമായിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മൾ അകംവശം എടുത്തിട്ട് നമുക്ക് അളവ് രേഖപ്പെടുത്താം. അകംവശം എടുക്കണം എന്ന് പറയാൻ കാരണം തയ്ച്ച് പരിചയമില്ലാത്തവരാകുമ്പോൾ ചിലപ്പോൾ ഇത് അകത്തേക്ക് ചുളിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ തയ്ച്ച് പരിചയമില്ലെങ്കിൽ അകംവശം തന്നെ ഇട്ടിട്ട് അളവെടുക്കണമെന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഇറക്കം നോക്കാം. തയ്ച്ച് 45 45 ഇഞ്ച് ഇറക്കമുണ്ട്. നമുക്കിവിടെ രേഖപ്പെടുത്തി വെക്കാം. ഇറക്കം 45. ഇനി നമുക്ക് വണ്ണം നോക്കുന്നതാണ്. എല്ലാം കറക്റ്റ് നിവർത്തിയിടുക, അതിനുശേഷം വണ്ണം നോക്കുന്നതാണ്. വണ്ണം ഇവർക്ക് 20 ഇഞ്ചിട്ട്. അപ്പം ലൂസ് കൂട്ടിയ വണ്ണം ആയതുകൊണ്ട് ഇവരുടെ വണ്ണം വരുന്നത് ചുരിദാറയിൽ 40 ആണെങ്കിൽ ഇവർക്ക് ശരീരത്തിൽ നിന്നുള്ള വണ്ണം 36 ആയിരിക്കും, ചെസ്റ്റ് വണ്ണം. കാരണം ഇവർക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു 2 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ച് 6 ഇഞ്ചൊക്കെ ചെസ്റ്റ് വണ്ണവും വേസ്റ്റ് വണ്ണവും തമ്മിൽ വ്യത്യാസം വരുന്നവർക്ക് നമ്മൾ 4 ഇഞ്ചാണ് ലൂസ് കൂട്ടേണ്ടത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന് നമുക്ക് 40 ഇഞ്ച് വണ്ണം ചുരിദാറിന് തയ്ച്ച് തീർന്നപ്പം കിട്ടിയപ്പം ഇവരുടെ ശരീരവണ്ണം 36 ആയിരിക്കണം. ഇപ്പോൾ 36ഉം 4ഉം 40 വരുന്നത്. അപ്പോൾ ഇവരുടെ ശരീരവണ്ണം ചെസ്റ്റ് വണ്ണം 36 വരുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് വണ്ണം നോക്കാം. ഇപ്പോൾ ഇവരുടെ വേസ്റ്റ് വണ്ണം വരുന്നത് 18. അപ്പം 18 ആകുമ്പോൾ അതിൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് 18 ആകുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 36. അപ്പോൾ അതിൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ നമുക്ക് 32 കിട്ടേണ്ടത്. ചെസ്റ്റ് വണ്ണം വേസ്റ്റ് വണ്ണം 2 വണ്ണം കിട്ടി. ഇനി നമുക്ക് ഹിപ്പ് വണ്ണമാണ് കിട്ടേണ്ടത്. ഇങ്ങനെയാണ് ചുരിദാറിൽ നമ്മൾ അളവെടുക്കേണ്ടത്. അതായത് ചെസ്റ്റ് വണ്ണവും വേസ്റ്റ് വണ്ണവും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക, എത്ര ഇഞ്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് 4 ഇഞ്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ 4 ഇഞ്ച് വ്യത്യാസം ഉള്ളപ്പോൾ കൃത്യമായിട്ടും 2, 4, 6 അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്ന ശരീര ഷേപ്പുകാർക്ക് നമ്മൾ കൃത്യമായിട്ടും 4 ഇഞ്ച് തന്നെ ശരീരവണ്ണത്തിൻ്റെ കൂടെ ലൂസ് ചേർത്തിരിക്കണം. അങ്ങനെയാണ് നമ്മൾ എത്രയാണ് ലൂസ് ചേർത്തതെന്ന് കണ്ടുപിടിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ടോട്ടൽ വ്യത്യാസം, അതായത് ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും വ്യത്യാസം എത്രയാണോ അതനുസരിച്ചായിരിക്കും ലൂസ് ചേർത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇനി ഹിപ്പ് വണ്ണമാണ് നോക്കേണ്ടത്. ഹിപ്പ് വണ്ണം നമുക്ക് ഇവിടെ കിട്ടുന്നത് 21.5 തയ്ച്ച് തീർന്നപ്പം കിട്ടുന്നത്. അപ്പോൾ 21.5 വന്നപ്പോൾ 43 4 പോകുമ്പോൾ നമുക്ക് 39 കിട്ടി. അതായത് നമുക്ക് ചുരിദാറയിൽ 43 43ൽ 4 കുറയ്ക്കുമ്പോൾ നമുക്ക് ഹിപ്പ് വണ്ണം നമുക്ക് കിട്ടുന്നത് 39. ഇതെങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചുരിദാറയിൽ നമുക്ക് ചുരിദാറയിൽ നിന്ന് അളവെടുക്കുമ്പോൾ ലൂസ് കുറച്ചിട്ടായിരിക്കണം നമ്മൾ ശരീരവണ്ണം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കല്ലാതെ ഈ ലൂസിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ലൂസിൽ നമ്മൾ ചുരിദാർ വെട്ടുമ്പം നമുക്ക് കഴുത്തിൻ്റെ അകലം കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്കിപ്പം ശരീരത്തിൻ്റെ അളവിൽ നിന്നാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ ചുരിദാറിൽ നിന്നാകുമ്പോൾ നമുക്ക് ആ ലൂസ് കുറച്ചിട്ടുള്ള കറക്റ്റ് വണ്ണം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ കഴുത്തിൻ്റെ അകലം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതി കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചിൻ്റെ ശരീരത്തിൽ നിന്നുള്ള വണ്ണമായിരിക്കും ഈ 36 ചെസ്റ്റ് വണ്ണവും 32 വേസ്റ്റ് വണ്ണവും 39 ഹിപ്പ് വണ്ണവും വരുന്നത്. അപ്പോൾ ചുരിദാറിൽ നമുക്ക് ഇതിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടിയ വണ്ണമാണ് ഇവിടെ കിട്ടുന്നത് 40, ഇവിടെ കിട്ടുന്നത് 36, ഇവിടെ കിട്ടുന്നത് ഹിപ്പിന് കിട്ടുന്നത് 43. ഇത് 4 ഇഞ്ച് ലൂസ് കൂട്ടിയ വണ്ണമാണ് ചുരിദാറിലുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഈ വണ്ണമാണ്.
ഒറിജിനൽ വണ്ണം. അതായത് കഴുത്തകലം നമുക്ക് കിട്ടണമെങ്കിൽ ഇത് നമുക്ക് ലൂസ് കൂട്ടിയ വണ്ണമാണ്. അതായത് 36-ൻ്റെ 4 കൂട്ടുമ്പോൾ നമുക്ക് 40 കിട്ടുന്നു, 32-ൻ്റെ 4 കൂട്ടുമ്പോൾ നമുക്ക് 36 കിട്ടുന്നു, 39-ൻ്റെ 4 കൂട്ടുമ്പോൾ നമുക്ക് 43 കിട്ടുന്നു. ഈ വണ്ണമാണ് നമുക്ക് ഇപ്പോൾ ഈ ചുരിദാറയിലുള്ളത്. ഈ ചുരിദാറയിൽ നമ്മൾ അളന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് കഴുത്തിൻ്റെ അകലം കിട്ടണമെങ്കിൽ ഈ ബോഡിയിൽ നിന്നുള്ള വണ്ണം കിട്ടണം. പക്ഷെ അതിപ്പം ഈ കൊച്ച് ചുരിദാറാണ് അളവ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ നിന്നുള്ള വണ്ണം കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ലൂസ് കുറച്ചിട്ടുള്ള വണ്ണം നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇറക്കം 45 എഴുതിയിട്ടുണ്ട്. വണ്ണം നമ്മൾ ചുരിദാറയിലുള്ള വണ്ണം ഇതാണ്. നമ്മൾ കുറച്ച് ശരീരത്തിൽ നിന്ന് കിട്ടേണ്ട വണ്ണം ഇതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിറക്കാം. കഴുത്തിറക്കാം, ഷോൾഡർ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു. അളവ് ബ്ലൗസ് അല്ലെങ്കിൽ അളവ് ബ്ലൗസ് വന്നാൽ നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് ആ വീഡിയോ ഇട്ടിരുന്നു. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോൾഡർ കണ്ട് അളവ് ചുരിദാറിൽ നിന്നും ഷോൾഡർ നമുക്ക് അറിയത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിൽ നമുക്ക് ഷോൾഡർ അളക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ ഓൾറെഡി ഇതിൽ എത്രയാണ് ഷോൾഡർ ഉള്ളത് നോക്കുക. നമ്മളിപ്പോൾ നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് തയ്ച്ച് തീർന്നപ്പോൾ എത്രയാണ് ഷോൾഡർ ഉള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 12.5 ഷോൾഡറിൻ്റെ കിട്ടിയിട്ടുള്ളത്. കഴുത്തിൻ്റെ അകലം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 12.5. തലത്തുമ്പ് കൂട്ടി നമുക്ക് 12.5 ഷോൾഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് കഴുത്തിറക്കം നോക്കാം. അപ്പോൾ ഇതായിരിക്കില്ല നമ്മൾ ഷോൾഡർ. നമുക്ക് എത്രയാണ് കഴുത്തിറക്കം ഉള്ളത് നോക്കാം. ഇവിടെ നമുക്ക് 7.5 കഴുത്തിറക്കം ഉള്ളത്. പുറകിലത്തെ കഴുത്തിറക്കം ഉള്ളത് 7.5. അപ്പോൾ നമുക്ക് 7.5 കഴുത്തിറക്കം വരുന്നെങ്കിൽ ഒറിജിനൽ ഷോൾഡറിൽ നമ്മൾ 3.5 കുറയ്ക്കുന്നത്. 3.5 കുറയ്ക്കും. അപ്പം നമ്മൾ 3.5 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. ഈ 12.5 കൂടെ നമ്മൾ 3.5 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 16. 12.5 നമ്മൾ 3.5 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഒറിജിനൽ ഷോൾഡർ അളവ് 16. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഷോൾഡർ അളവ് 16 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കുന്നത്. നമുക്ക് വെട്ടുമ്പോഴുള്ള ഷോൾഡർ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കഴുത്തിറക്കം നോക്കുക. കഴുത്തിറക്കത്തിന് ആനുപാതികമായിട്ട് എത്രയാണ് കുറച്ചത് നമുക്ക് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കഴുത്തിറക്കത്തിനനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ കുറയ്ക്കുന്നത്. അത് സാരി ബ്ലൗസിനെയാണ്, പക്ഷെ അത് ചുരിദാറിനും ബാധകമാണ്. അപ്പം അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ എത്രയാണ് കഴുത്തിറക്കം നോക്കുക. കഴുത്തിറക്കത്തിനനുസരിച്ച് എത്രയാണ് കുറച്ചത് നോക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷോൾഡർ ആയിരിക്കും ഒറിജിനൽ ഷോൾഡർ. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഷോൾഡർ നമുക്ക് വന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ കഴുത്തിറക്കം വരുന്നത് പുറകിലത്തെ കഴുത്തിറക്കം 7.5. അതിൻ്റെ കൂടെ അരയും കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് കഴുത്തിറക്കം വരുന്നത്. ഫ്രണ്ടിലത്തെ കഴുത്തിറക്കം നോക്കാം. ഫ്രണ്ടിലത്തെ കഴുത്തിറക്കം നമുക്ക് 6 ഇഞ്ചാണ് വരുന്നത്. ഫ്രണ്ട് നെക്ക് നമുക്ക് 6 ഇഞ്ച്. അപ്പോൾ ഇത്ര അളവ് നമ്മളെടുത്തു. ഇനി കൈയുടെ ഇറക്കം. ഇവിടെ നമുക്ക് ക്രോസ് കൈയാണുള്ളത്. അപ്പോൾ കൈയുടെ ഇറക്കം വരുന്നത് 4.5 ഇഞ്ചാണ്. കൈയുടെ വണ്ണം വരുന്നത് 6.25. അപ്പോൾ കൈക്കുഴി വരുന്നത് 9 ഇഞ്ച്. അപ്പോൾ പാം ഹോൾ റൗണ്ട് നമുക്ക് 18 ഇഞ്ചായിരിക്കും. 17.5 ആയിരിക്കും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുന്നതായിരിക്കും 18 ഇഞ്ച്. അപ്പം കൈയുടെ വണ്ണം 6.25. മുകൾ വശത്തെ വണ്ണം 16 ഇഞ്ച്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചുരിദാർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കഴുത്തിൻ്റെ അകലമാണ്. നമ്മൾ കണ്ടുപിടിക്കാം, വേണമെങ്കിൽ എടുക്കാം. ഇല്ല എങ്കിൽ നമുക്ക് ചെസ്റ്റ് വണ്ണം കണക്കാക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. 2 വിധത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പുറകെ കഴുത്തിറക്കം നമുക്ക് 8 ഇഞ്ചും ഫ്രണ്ട് കഴുത്തിറക്കം 6 ഇഞ്ചുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ചിട്ട് വെട്ടാൻ പറ്റില്ല. അപ്പം നമ്മൾ സെപ്പറേറ്റ് ഇട്ട് വെട്ടും. അപ്പം നമ്മൾ പുറകുവശത്തെ ഷോൾഡറിൻ്റെ വീതിക്കനുസരിച്ചാണ് നമ്മൾ കഴുത്തിറക്കം കുറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറകുവശം ആദ്യം കട്ട് ചെയ്യാം. കാരണം ഷോൾഡർ നമുക്ക് കണക്കാക്കണമെങ്കിൽ പുറകുവശത്തെ കഴുത്തിറക്കം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ആദ്യം പുറകുവശമാണ് കട്ട് ചെയ്യുന്നത്.
തുണി നീളത്തിൽ നമുക്ക് രണ്ടാക്കി മടക്കിയിടാം. നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 45 നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് നമുക്ക് 1.5 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കാം. ഇപ്പോൾ 46.5 വന്നു. നമ്മൾ 46.5 ഇടയിൽപ്പെടുത്തി. നമ്മൾ ഇടയിൽപ്പെടുത്തി. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ മടക്കിയിടാം. നമ്മൾ 46.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇറക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 46.5 നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിറക്കമാണ് വേണ്ടത്. അതിന് ശേഷമേ നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഴുത്തിറക്കം, പുറകിലത്തെ കഴുത്തിറക്കം നമുക്ക് 8 ഇഞ്ചാണ് പറഞ്ഞത്. 7.5 ഇഞ്ചാണ് ചുരിദാറിലുള്ളത്. 1/2 ഇഞ്ചും കൂടെ കൂട്ടണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 8 ഇഞ്ച് ഇവിടെ കഴുത്തിറക്കം രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഷോൾഡറാണ് കണക്കാക്കേണ്ടത്. അകലം ഞാൻ പറഞ്ഞ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കഴുത്തിറക്കം രേഖപ്പെടുത്തി. ഈ കഴുത്തിറക്കത്തിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കണക്കാക്കേണ്ടത്. അപ്പോൾ നമ്മൾ 16 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ചുരിദാറയിൽ 12.5യും കഴുത്തിറക്കത്തിനനുസരിച്ച് എത്രയാണ് കുറയ്ക്കുന്നത് അതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 16 ഇഞ്ചാണ് ഷോൾഡർ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 16 ഇഞ്ചിൽ നമ്മൾ 8 ഇഞ്ച് ആയതുകൊണ്ട് നമുക്ക് 4 ഇഞ്ച് വേണേലും കുറയ്ക്കാം, 3.5 ഇഞ്ച് വേണേലും കുറയ്ക്കാം. അപ്പം നമ്മളിവിടെ 3.5 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 12.5 വന്നു. 12.5യുടെ പകുതി 6.25. 6.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കൈക്കുഴി 9 ഇഞ്ചാണ് അളന്നപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതായത് 17.5 ഓൾ റൗണ്ട്. 1/2 ഇഞ്ച് കൂടെ കൂട്ടി 18. 18ൻ്റെ പകുതി 9 ഇഞ്ച്. അപ്പോൾ ആ 9 ഇഞ്ച് കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ കൈക്കുറ്റി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു 6.5 ഇഞ്ച് കൈക്കുറ്റിയുടെ ഇറക്കമായിട്ട് നമുക്ക് രേഖപ്പെടുത്താം. നമ്മൾ 6.5 ഇഞ്ച് കൈക്കുഴിയുടെ അളവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കൈക്കുഴിയുടെ ഇറക്കം 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വരച്ചിട്ട് പിന്നെ നമുക്ക് ചെസ്റ്റ് വണ്ണമാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് വണ്ണം ഈ കൊച്ചിൻ്റെ 36ആണ്. 36ൻ്റെ കൂടെ 4 കൂട്ടി നമുക്ക് 40 കിട്ടി. 40ൻ്റെ 4 10. 10 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. ഇനി വേസ്റ്റ് വണ്ണം 32. 32ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 36 വന്നു. 36ൻ്റെ 4 എന്ന് പറയുന്നത് 9 ഇഞ്ച്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് വണ്ണവും വേസ്റ്റ് വണ്ണവും അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വരുന്നത് നമ്മൾ കൈക്കുഴി ഒന്ന് അടയാളപ്പെടുത്താം. നമുക്ക് 9 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കാം. ഇവിടെ 1/2 ഇഞ്ച് ഇട്ടിട്ട് 9 ഇഞ്ച് ഇവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈക്കുഴി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് അകലം എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് അകലം എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. നമ്മളിവിടെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചിൻ്റെ ചെസ്റ്റ് വണ്ണം ബോഡി എന്നുള്ളത് നമുക്ക് കഴുത്തിൻ്റെ അകലം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെസ്റ്റ് വണ്ണമാണ് നമുക്ക് വേണ്ടത്. ചിലർ ബ്രസ്റ്റ് വണ്ണം ഇട്ടിട്ട് വെട്ടുന്നവരുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് വണ്ണം കണക്കാക്കുന്നവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ കഴുത്തിൻ്റെ അകലം കണ്ടുപിടിക്കാൻ പറ്റില്ല. കഴുത്തിൻ്റെ അകലം കണ്ടുപിടിക്കണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ശരീരത്തെ നിന്നുള്ള ചെസ്റ്റ് വണ്ണം കിട്ടണം. അതായത് കക്ഷത്തിൻ്റെ താഴെ കൂടെ നമ്മൾ കക്ഷക്കുഴി വരയ്ക്കുന്ന അതിൻ്റെ താഴെ കൂടെ വരുന്ന ആ വണ്ണം അത് കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് കഴുത്തിൻ്റെ വിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 36ആണ് ഈ കൊച്ചിൻ്റെ ചെസ്റ്റ് വണ്ണം വരുന്നത്. അപ്പോൾ ഇത് 2 രീതി കണ്ടുപിടിക്കാം. ഒന്ന് നമുക്ക് 36നെ 12 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏതാണോ സംഖ്യ അത് നമുക്ക് കഴുത്തിൻ്റെ അകലമായിട്ട് എടുക്കാൻ പറ്റും. 36നെ 12 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3 ആണ് കിട്ടുന്നത്. ഇതേ സാധനം തന്നെ നമുക്ക് 36നെ നമ്മൾ
36 ചെസ്റ്റ് വണ്ണത്തെ നമ്മൾ 4 ഭാഗിക്കും. 4 ഹരിക്കുന്നു. 36നെ ഹരിക്കണം 4. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച്. ഈ 9 ഇഞ്ചിൽ നിന്നും 3 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 3 കുറയ്ക്കുക. 2 വിധത്തിൽ കുറയ്ക്കാം. ഒന്ന് ഈ മെത്തേഡിൽ കുറയ്ക്കാം. അതായത് 36നെ 12 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3 ഇഞ്ച് കിട്ടുമെന്ന് വരും. അതുപോലെ തന്നെ 36 ചെസ്റ്റ് അളവിനെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുന്നു. 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 4 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 4 ഭാഗം 9 ഇഞ്ചാണ്. 9ൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറയ്ക്കുന്നു. അതായത് നമുക്ക് ചെസ്റ്റ് വണ്ണത്തിനെ 4 ഭാഗിക്കുമ്പോൾ നമുക്ക് ഏത് വണ്ണമാണോ കിട്ടുന്നത് ആ വണ്ണത്തിന് നമ്മൾ 3 കൊണ്ട് 3 കുറയ്ക്കുന്നു. ആ വണ്ണത്തിൽ നിന്ന് 3 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച്. ഈ 3 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. ഇത് ഇച്ചിരി കൂടെ വേറൊരു മെത്തേഡാണ്, നീണ്ട മെത്തേഡാണ്. ഇത് നമുക്ക് എളുപ്പത്തിലുള്ള മെത്തേഡാണ്. ഇത് ചിലർ പറയും ഇത് ശരിയാവില്ലെന്ന്. കാരണം 36നെ 12 കൊണ്ട് ഹരിച്ചിട്ട് 3 കിട്ടുന്നത് കഴുത്തകലം കറക്റ്റ് ആവില്ല എന്ന് പറയും. അതെന്തുകൊണ്ടാണ് കറക്റ്റ് ആവില്ല എന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 2 രീതി കാണിക്കാം. നമുക്ക് 36നെ 12 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3 കിട്ടുന്നു. 36ൻ്റെ 4 വണ്ണം എടുത്തിട്ട് അതിൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് 6 കിട്ടുന്നു. 6ൻ്റെ പകുതി 3 ഇഞ്ച്. അതാണ് നമ്മുടെ കഴുത്തിൻ്റെ അകലമായിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, എങ്ങനെ രേഖപ്പെടുത്തിയാലാണ് കറക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ ഇറക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ണമാണ് രേഖപ്പെടുത്തേണ്ടത്. നമുക്ക് കിട്ടിയത് 36ൻ്റെ 12ൽ 1 എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അല്ലെങ്കിൽ 36നെ 4 ഭാഗിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് 3 കുറച്ചാൽ 6 കിട്ടുന്നു. അതായത് 9ൽ നിന്ന് 3 പോയാൽ 6 കിട്ടുന്നു. 6ൻ്റെ പകുതി 3. അങ്ങനെ 2 വിധത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. 36 ചെസ്റ്റ് വണ്ണം ഏത് ചെസ്റ്റ് വണ്ണം ആയാലും അതിന് 12 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് നമ്മുടെ കഴുത്തകലമാണ്. അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4 വണ്ണത്തിൻ്റെ അതിൽ നിന്നും 4 വണ്ണത്തിൽ നിന്ന് 3 കുറച്ച് അത് കിട്ടുന്ന സംഖ്യ പകുതിയാക്കിയാൽ നമുക്ക് കഴുത്തകലം കിട്ടും. അപ്പോൾ നമ്മളിവിടെ 3 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 3 എങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് തുണിയിൽ അപ്ലൈ ചെയ്യുന്നത്, അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് കറക്റ്റ് ആകാതെ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 3 കിട്ടേണ്ടതെങ്കിൽ നമ്മൾ 3 ഇവിടെ എടുക്കാൻ പാടില്ല. അതായത് നമ്മൾ മോൾ വശത്ത് നമ്മൾ 3 എടുക്കാൻ പാടില്ല. നമുക്ക് 3 ശരീരത്തിൻ്റെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആനുപാതികമായിട്ട് കിട്ടിയ സംഖ്യ. പക്ഷേ ആ 3 നമുക്കിവിടെ മുകൾ വശത്ത് എടുക്കാൻ പാടില്ല. നമ്മൾ 2.25 എടുക്കുന്നു. കാരണം തയ്ച്ച് തീരുമ്പോൾ നമുക്ക് 3 കിട്ടണമെങ്കിൽ നമ്മൾ 2.25 എടുത്തിരിക്കണം. അതേസമയം നമ്മൾ 3 തന്നെ എടുക്കണമെങ്കിൽ നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 3.5 3.25 ആയിപ്പോവും. അപ്പം കഴുത്തകലം കൂടിപ്പോവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും 4 ഇഞ്ച് കുറച്ചായിരിക്കണം മുകൾ വശത്ത് കഴുത്തടയാക്കുന്നത്. അതേസമയം നമുക്ക് താഴെ വശത്ത് ഈ 3ൽ നമുക്ക് 3.5 വേണേലും എടുക്കാൻ പറ്റും. കാരണം നമുക്ക് 3 വരുമ്പോൾ നമുക്ക് കഴുത്ത് ഒതുങ്ങി പോകും. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചാൽ നമുക്ക് കഴുത്ത് ശരിക്കും യു കഴുത്തായി പോകും. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. നമ്മളിങ്ങനെ വരച്ചാൽ നമുക്ക് വെറും യു ആയി പോകും. അതായത് കാണിച്ചു തരാം. ഇങ്ങനെ ഒതുങ്ങിയ യു ആയി പോകും. ഇങ്ങനെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് വരേണ്ടത് വിടർന്ന യു ആണ്. ഇങ്ങനത്തെ യു ആണ്. ഇതിനേക്കാളും വിടർന്ന യു ആയിരിക്കണം നമുക്ക് കഴുത്ത് വെട്ടുമ്പോൾ കിട്ടേണ്ടത്, തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഒതുങ്ങിയ യു ആണെങ്കിൽ നമുക്ക് ഈ ഇവിടെ കൊടുക്കുന്ന അളവ് തന്നെ നമുക്ക് താഴെയും കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ 2.25 കൊടുത്തെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്നത് 3.5 ഈ ചുരിദാറിന്. അതായത് ഇച്ചിരി വണ്ണമുള്ള കൊച്ചാണ്, അത് തന്നെ എല്ലാവർക്കും വിടർന്ന കഴുത്താണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ 3.5 ഇഞ്ച് താഴെ കഴുത്തകലം കൊടുത്തിട്ടാണ് നമ്മൾ കഴുത്ത് വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നമുക്ക് വിടർത്തി വെട്ടാൻ പറ്റും അടിവശത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ വിടർത്തി വെട്ടുമ്പോൾ ഈ ഷോൾഡർ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് വരും. അപ്പോൾ ഈ അകലമായിട്ട് മാച്ചാവും ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒതുക്കി കൊടുത്തും ഇവിടെ വിടർത്തി കൊടുത്തും വെട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുത്തകലം വെട്ടുന്ന വിധം പറഞ്ഞു, നമ്മൾ കഴുത്തകലം കണ്ടുപിടിക്കുന്ന വിധം പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് നമുക്ക് 3 കിട്ടുന്നെങ്കിൽ നമ്മൾ 2.25 എടുക്കാൻ പാടുള്ളൂ. അതേസമയം താഴെ നമുക്ക് 3ന് പകരം 3.5 എടുക്കാം, അകലം കൂട്ടി കൊടുക്കാം. പക്ഷേ ഇവിടെ ഒരിക്കലും നമുക്ക് അരിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടുപിടിക്കുന്ന അളവ് തന്നെ ഇവിടെ കൊടുക്കാൻ പാടില്ല. മുകൾ വശത്ത് 4 ഇഞ്ച് കുറച്ചായിരിക്കണം എപ്പോഴും അളവ് രേഖപ്പെടുത്തേണ്ടത്. അത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ട അളവ് ഇവിടെ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. അല്ലെ നമ്മൾ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന അളവ് തന്നെ ഇവിടെ കൊടുത്താൽ കഴുത്തകലം കൂടിപ്പോവും. അങ്ങനെയാണ് കഴുത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആകാതെ പോകുന്നത്.
നമ്മൾ ഇത്രയും വരച്ചു. കഴുത്തകലം വരച്ചു, കഴുത്തിറക്കം വരച്ചു, കഴുത്തകലം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതൊക്കെ പറഞ്ഞു തന്നു. കൈക്കുഴി കറക്റ്റ് ചെയ്ത് വരച്ചു. ചെസ്റ്റ് അളവ് രേഖപ്പെടുത്തി, വേസ്റ്റ് അളവ് രേഖപ്പെടുത്തി. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ വീതി, നമുക്ക് ഹിപ്പ് വണ്ണം വേണം. 21 ഇഞ്ച് താത്തി നമ്മൾ ഹിപ്പ് വണ്ണം രേഖപ്പെടുത്തുകയാണ്. അപ്പം നമുക്ക് ഹിപ്പ് വണ്ണം 39 39 നമ്മൾ കിട്ടുമ്പോൾ 43 വന്നു. 43ൻ്റെ 4 വണ്ണം എന്ന് പറയുന്നത് 43ൻ്റെ 4 വണ്ണം എന്ന് പറയുന്നത് നമുക്ക് 10.25. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി. നമ്മളിങ്ങോട്ട് വരച്ചു, നമ്മൾ കൂട്ടി വെച്ചു. ഇവിടെ നമുക്ക് ബ്രസ്റ്റ് അളവിൽ കറക്റ്റ് ചെയ്യണം. അവിടെ നമുക്ക് 10.5 വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്നും കുറച്ച് ചെരിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ചു. ഇനി നമുക്ക് സ്ലിറ്റ് വീതിയാണ് കിട്ടുന്നത്. ചുരിദാറയിൽ നമ്മൾ സ്ലിറ്റ് വീതി നോക്കുക. അതിനുശേഷം അളവ് രേഖപ്പെടുത്തുക. നമുക്കിവിടെ 22.5 സ്ലിറ്റിൻ്റെ വീതിയായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് 11.25 1 ഇഞ്ച് താഴ്ത്തുമ്പോൾ. നമ്മളിത് നേരെയാണ് വരയ്ക്കുന്നത്. അവർക്കത് നേരെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നേരെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ താഴ്ത്തുമ്പോൾ കൊണ്ട് വരയ്ക്കാം. നമ്മുടെ പുറകുവശം നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയാണ് കഴുത്തിൻ്റെ അകലം കണ്ടുപിടിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പുറകുവശം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് വശം വെട്ടിയെടുക്കാം. നമ്മുടെ എംബ്രോയ്ഡറി ഉള്ള സ്ഥലം കറക്റ്റ് ചെയ്തിടുക. നമുക്ക് പുറകുവശം വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് വശം കട്ട് ചെയ്യാം. കഴുത്തിൽ വ്യത്യാസമുണ്ട്. അതായത് 6 ഇഞ്ചാണ് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കമായിട്ട് കിട്ടുന്നത്. ഒപ്പം വെച്ചിട്ട് സെയിം നമ്മൾ കഴുത്തിറക്കം മാറ്റി വരയ്ക്കുന്നു. ബാക്കിയെല്ലാം സെയിം തന്നെ. കഴുത്തിറക്കം നമ്മൾ 6 അടയാളപ്പെടുത്തി. അകലം ഇത് തന്നെ കൊടുക്കുന്നു. ബാക്കിയെല്ലാം സെയിം. അപ്പോൾ നമുക്ക് വെട്ടിയെടുക്കാം. നമ്മൾ പുറകുവശവും മുൻവശവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് വശത്തെ കഴുത്തിറക്കം കണക്കാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യണം. നമ്മൾ പുറകുവശം മാറ്റി വെച്ചു. ശേഷം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ യു വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പുറകുവശത്തേക്കാൾ നമുക്ക് കുഴിച്ച് വെട്ടണം. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടിയെടുക്കാം. എപ്പോഴും കഴുത്ത് വെട്ടുമ്പോൾ 4 ഇഞ്ച് മുകൾ വശത്ത് വെട്ടുമ്പോൾ നമ്മൾ 4 ഇഞ്ച് അകലം കുറച്ചിട്ടായിരിക്കണം നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ ചെസ്റ്റ് വണ്ണത്തെ ഹരിച്ചിട്ട് 12 കൊണ്ട് ഹരിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്ന അകലം കറക്റ്റ് ആകാതെ പോകുന്നത്
നമ്മൾ അളവ് രേഖപ്പെടുത്തുമ്പോൾ തെറ്റിപ്പോകുന്നതുകൊണ്ടാണ്. നമുക്ക് കൺഫ്യൂഷൻ വരും 3 തന്നെ അടയാളപ്പെടുത്തണോ അതോ അത് കുറച്ച് വേണോ എന്നൊക്കെ. പക്ഷേ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ട അളവാണ് നമുക്ക് ചെസ്റ്റ് വണ്ണം ഹരിക്കുമ്പോൾ കിട്ടുന്നത്. അത് ചില ശരീരപ്രകൃതിക്ക് മാത്രം അതിൽ വ്യത്യാസം ഉണ്ടാവാം. അതായത് ഇപ്പോൾ 36 ചെസ്റ്റ് വണ്ണം ഉള്ള ഒരാൾക്ക് 3 ഇഞ്ച് അകലം കറക്റ്റായി വരാം. ചിലർക്കത് കൂടി പോകാം, ചിലപ്പോൾ അത് കുറഞ്ഞു പോകാം. കുറഞ്ഞു പോകുന്നത് നല്ല വിരിവുള്ളവർക്കാണ് അകലം കുറവായി വരുന്നത് 3 ഇഞ്ച് എടുക്കുമ്പോൾ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അകലം കൂട്ടിക്കൊടുക്കണം. അതായത് 3-ൽ നിന്ന് നമുക്ക് 3.25 3.5 കൂട്ടിക്കൊടുക്കാം. അത് ശരീരത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചായിരിക്കണം നമ്മൾ ആ വ്യത്യാസം വരുത്തേണ്ടത്. അപ്പോൾ നമുക്ക് ചിലർ പറയും ഒരുപാട് കഴുത്ത് അകലം കൊടുത്ത് അല്ലെങ്കിൽ ഇറക്കോ അകലോ ഒക്കെ കൊടുത്ത് തയ്ക്കുന്നത്. പക്ഷേ നമ്മൾ തയ്ക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കുറേ നാൾ നമ്മൾ തയ്ച്ച് ശീലമുള്ളവരാണെങ്കിൽ അവരുടെ ശരീരപ്രകൃതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർക്ക് എത്രമാത്രം അകലം കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ അവരോട് കാര്യം പറയും, നിങ്ങൾക്ക് ഇത്രയും പറ്റില്ല, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കുറച്ചുകൂടെ ആയാലും കുഴപ്പമില്ല എന്ന് നമ്മൾ ശരീരത്തിൻ്റെ വ്യത്യാസം അല്ലെ ആകൃതി നോക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അത് കുറേ നാളത്തെ ശീലം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ശീലമാകുമ്പോഴാണ് നമുക്കങ്ങനെ സാധിക്കുക. ഇനി നമ്മൾ കൈ നമുക്ക് ക്രോസ് കട്ടിങ്ങിലാണ് വേണ്ടത്. നമ്മൾ ഫ്രണ്ടും പുറകും കട്ട് ചെയ്തു. ഇനി നമുക്ക് കൈ കട്ട് ചെയ്യുന്നത് ക്രോസിലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും തുണിയാണുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഡബിൾ മടക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ഇട്ടു, തുണി ക്രോസ് ഇട്ടു, അതിനുശേഷം അതിനെ 4 മടക്കി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ വരും. അതായത് നമ്മൾ ഉടുപ്പിനൊക്കെ മടക്കുന്ന പോലെ ക്രോസ് മടക്കി, അതിനുശേഷം അതിനെ ഇങ്ങനെ മടക്കി നേരെ. അപ്പോൾ നമുക്കിങ്ങനെ വന്നു. അതിനുശേഷം വണ്ണം ഉണ്ടോ നോക്കാം. അടിവശത്ത് നമുക്ക് 6.25 കിട്ടുന്നത്, അതിവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇറക്കം നമുക്ക് 4.5 വേണ്ടത്. 4.5 മുകളിലത്തെ തയ്യൽത്തുമ്പോട് കൂട്ടി 5. പിന്നെ ഇവിടുത്തെ വണ്ണമാണ് നമുക്ക് വേണ്ടത്. അവിടെ നമുക്ക് 8 കിട്ടുന്നത്, അത് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് താഴ്ത്തി റിഗാൾ ഷേപ്പ്. അതിനുശേഷം നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരും. ഇതെങ്ങനെയാണ് മടക്കുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഡബിൾ കൈ എങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിച്ചു തരാം. തുണി ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് തുണി ക്രോസ് മടക്കുക. ക്രോസ് മടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അതിന് നമ്മൾ ഇങ്ങനെ മടക്കുക, ഇവിടെ കറക്റ്റാക്കി. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇറക്കം എടുക്കുക. ഇവിടെ നമുക്ക് ഡബിൾ മടക്കാണ് വരുന്നത്, ഫോൾഡഡ് സൈഡാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറക്കം എടുക്കുന്നു. ആ ഇറക്കം നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി റിഗാൾ ഷേപ്പ് കാണുന്നു, വണ്ണം നോക്കുന്നു, ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നു. നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാം. 5 നമുക്ക് 4.5 കിട്ടുന്നത്. ഇവിടുത്തെ തയ്യൽത്തുമ്പേ നോക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഫോൾഡഡ് സൈഡാണ്. ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് താഴേക്ക് താത്തി ഷേപ്പ് വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഡബിൾ കൈ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കുന്നില്ല, വെട്ടുന്നതിലായിരുന്നു നമുക്ക് കാണിച്ചു തരേണ്ടതുള്ളതായിരുന്നുള്ളൂ. ഇപ്പോൾ തയ്ച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ചിത്രം കാണിക്കാം. നമ്മളങ്ങനെ ചുരിദാർ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്രോസ് കൈ ആണ് കൊടുത്തേക്കുന്നത്. കഴുത്ത് നല്ല വിരിവെല്ലാം കൊടുത്താണ് തയ്ച്ചേക്കുന്നത്. പുറകഴുത്ത് നല്ല ഇറക്കത്തിലാണ്, 8 ഇഞ്ച് ഇറക്കത്തിലാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങുമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്